സ്വന്തം പാർട്ടിയിലുള്ള ഒരാളായാലും ചെയ്താലും അത് തെറ്റ് തന്നെ, അത് ഞാൻ അംഗീകരിക്കുന്നില്ല. എല്ലാം കറക്റ്റാണോന്നും ഞാൻ അറിഞ്ഞില്ല, പക്ഷെ അവരിനി കള്ളമാണ് പറഞ്ഞതെന്നും അറിയത്തില്ല. അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക അതിക്രമത്തിനുൾപ്പെടെ കേസെടുത്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യം കോടതി തള്ളുകയും ചെയ്തു. MLA എപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇങ്ങനെയാണോ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടുന്ന പെരുമാറ്റം എന്നുള്ളൊരു കാര്യമാണ് കൊല്ലത്തെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഇക്കാര്യത്തോട് പ്രതികരിക്കുന്നത്. കേരളം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്നുള്ള പാർട്ടി എടുത്തിരിക്കുന്ന ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണെന്നാണ് ഇതിപ്പം എതിർ പാർട്ടിക്കാരായാലും പറയുന്നത്. ഈ അലിഗേഷൻ വന്ന സമയത്ത് തന്നെ അവർ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റുകയും ഇപ്പം കോടതി വിധി വന്നത് 2/25-നാണ് മുൻകൂർ ജാമ്യം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടില്ല എന്ന്. 2/26 2:30 മുന്നേ ആയിട്ട് തന്നെ പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത്. അപ്പം ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത്. പക്ഷേ കൊല്ലം MLA-യുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ പരാതിക്കാരി നേരിട്ട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും എന്താണ് ഉണ്ടായത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കൂടെ ഈ വന്ന കാര്യങ്ങളോട് എന്താണ് ഒരു പ്രതികരണം? സ്ത്രീ പ്രതികരിക്കണം, അത് പുള്ളിക്കാരത്തി ചെയ്തു, ഇയാൾക്കെതിരെ ചെയ്തു. പക്ഷേ ഇതൊരു പൊതുപ്രവർത്തനമായതുകൊണ്ട് ഒരു ചർച്ചയായി. ഇതുപോലെയുള്ള പല കേസുകളും ജനങ്ങൾ അറിയാത്തതായിട്ടുണ്ട്, അതൊന്നും പുറത്തോട്ട് വരുന്നില്ല. അത് ശരിയല്ല. എത്ര വലിയ ആളാണെങ്കിലും എല്ലാ ആൾക്കാരും ഒരുപോലെ. അപ്പോൾ അയാൾക്കെതിരെയും കേസ് എടുക്കണം, അതാണ് വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ കേസ് അതൊരു പൊതുപ്രവർത്തകന് ചേർന്ന കാര്യം ഒരിക്കലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചേർന്ന ഒരു കാര്യമല്ലത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സമാനമായ ആരോപണങ്ങളൊക്കെ മുകേഷ് MLA-ക്കെതിരെ വന്നു. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് അതാണ്, അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു രാഷ്ട്രീയം ബേസ് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. അപ്പം ഇപ്പം സിറ്റിംഗ് പാർട്ടി അവരുടെ വിഷയം വന്നു കഴിഞ്ഞാൽ ആ ഇതിനെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയിലെ ആൾക്കാർ വരുമ്പോൾ ആ വിഷയം കുത്തിപ്പൊക്കുക. സ്വന്തം പാർട്ടിയിലുള്ള ഒരാളായാലും ചെയ്താലും അത് തെറ്റ് തന്നെ, അത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ നിലപാട് അതാ പറയുന്നത്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ അയാൾ അനുഭവിക്കണം. ഒരിക്കലും ഒരു സ്ത്രീയോട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് ഒരു സാമൂഹ്യ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പോലും അങ്ങനെ പ്രവർത്തിച്ച സ്ഥിതിക്ക് അത് വളരെ തെറ്റായൊരു കാര്യമാണ്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ചെയ്യേണ്ടുള്ളത്. എല്ലാവരുടെയിലും തെറ്റുകളുണ്ട്, പക്ഷെ ഇത് ഇച്ചിരി കടന്നു കൈയായിപ്പോയി. എല്ലാം കറക്റ്റാണോന്നും ഞാൻ അറിഞ്ഞില്ല, പക്ഷെ അവരിനി കള്ളമാണ് പറഞ്ഞതെന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പം കേസൊക്കെ നടക്കുമല്ലേ, വിധിയാറട്ടെ. ഒരു പൊതുപ്രവർത്തകനായാലും ആരായാലും ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ല എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാർത്ഥികളെല്ലാം പറയുകയും ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.